നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. വർക്ക്മാൻ വിഭാഗത്തിൽ ഫയർമാൻ, സെമി സ്കിൽഡ് റിഗർ, കുക്ക് എന്നീ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. ഒപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. 2025 മെയ് 26 പുറത്തിറക്കിയ ഈ വിജ്ഞാപനം CSLൽ ഒരു മികച്ച കരിയർ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരമാണ്. ഇന്ത്യൻ സിറ്റിസണിനാണ് ഈ തസ്തികകളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. നമുക്ക് ഓരോ തസ്തികകളുടെയും യോഗ്യതകളും മറ്റു വിവരങ്ങളും വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഫയർമാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ യോഗ്യതകൾ നേടിയിരിക്കണമെന്ന് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് SLC പാസ്സായിരിക്കണം. അതിനോടൊപ്പം ഫയർ ഫൈറ്റിങ്ങിൽ ഏതെങ്കിലും ഒരു ട്രെയിനിങ് നിർബന്ധമാണ്. അതായത് സ്റ്റേറ്റ് ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് അണ്ടർടേക്കിങ്സ്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫയർ ഫൈറ്റിംഗ് പരിശീലനം, അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിലെ അംഗീകൃത ഫയർ ഫൈറ്റിംഗ് കോഴ്സ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫയർ ഫൈറ്റിംഗ് ഫോഴ്സിൽ നിന്നുള്ള ഫയർ വാച്ച് അല്ലെങ്കിൽ പട്രോൾ പരിശീലനം. കൂടാതെ സെന്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള വാലിഡ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിസൈറബിൾ ആയിട്ട് നോളജ് ഇൻ മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ നല്ല അറിവുണ്ടായിരിക്കണം, നിർബന്ധമല്ല, പക്ഷെ ഇതൊരു അധിക യോഗ്യതയായിട്ട് പരിഗണിക്കും. ഇനി ഫയർമാൻ പോസ്റ്റിന് വേണ്ട എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫയർമാൻ പോസ്റ്റിൽ നിങ്ങൾ നേടിയ പരിശീലനത്തെ ആശ്രയിച്ചാണ് എക്സ്പീരിയൻസ് വ്യത്യാസപ്പെടുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ സ്റ്റേറ്റ് ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നുള്ള ഫയർ ഫൈറ്റിംഗ് പരിചയമാണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആംഡ് ഫോഴ്സിലെ അംഗീകൃത ഫയർ ഫൈറ്റിംഗ് കോഴ്സാണ് ഉള്ളതെങ്കിൽ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പരിശീലനം നേടിയവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതിയാകും. ഈ 1 വർഷത്തെ പരിചയം സ്റ്റേറ്റ് ഫയർഫോഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിലോ ആകാം. ഉദാഹരണം, നിങ്ങളിപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ഫയർ ഫൈറ്റിംഗ് പരിശീലനം നേടിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ഫയർഫോഴ്സിലോ 1 വർഷം ഫയർമാനായിട്ട് ജോലി പരിചയം ഉണ്ടായിരിക്കണം. അത് മതിയാവും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ഫയർ ഫൈറ്റിംഗ് ഫോഴ്സിൽ നിന്നുള്ള ഫയർ വാച്ച് അല്ലെങ്കിൽ പട്രോൾ പരിശീലനം. ഈ പരിശീലനമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഈ പരിശീലനം നേടിയവർക്ക് എന്ത് മതി? 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫയർ ഫോഴ്സിലോ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിലോ ഒരു ഫയർ വാച്ച്മാനായിട്ട് ജോലി ചെയ്ത പരിചയമായിരിക്കണം. ഇപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് കോഴ്സ് ചെയ്തവർക്ക് 1 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഫയർ വാച്ച് അല്ലെങ്കിൽ പെട്രോൾ കോഴ്സ് ചെയ്തവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ്, ഫയർ വാച്ച്മാൻ എന്ന നിലയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് സെമി സ്കിൽഡ് റിഗർ എന്ന പോസ്റ്റിന്റെ വിശദാംശങ്ങൾ നോക്കാം. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് 4ാം ക്ലാസ് പാസ്സായിരിക്കണം. എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഷിപ്പ് റിപ്പയർ യാർഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനി എന്നിവിടങ്ങളിൽ ഹെവി ഡ്യൂട്ടി മെഷീൻ ഭാഗങ്ങൾ കെട്ടുന്നതിലും മെഷീനുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിലും കുറഞ്ഞത് 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡിസൈറബിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വയർ റോപ്പുകളുടെ സപ്ലൈസിംഗ് ജോലികളിൽ നല്ല അറിവ് ഉള്ളവർക്ക് എന്തായിരിക്കും മുൻഗണന ഉണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പോസ്റ്റ് കുക്കാണ്. CSL ഗസ്റ്റ് ഹൗസിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡിസൈറബിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കുന്നത് ഒരു അധിക യോഗ്യതയായിട്ട് കണക്കാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വിവിധതരം ഭക്ഷണങ്ങൾ, അതായത് ഓറിയന്റൽ, കോണ്ടിനെന്റൽ, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ചൈനീസ് തുടങ്ങിയവ ഉണ്ടാക്കുന്നതിൽ കുറഞ്ഞത് 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി പറയുന്ന സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കണം. ഒന്നുകിൽ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഗസ്റ്റ് ഹൗസ്, അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിന്റെ മെസ്സിൽ നിന്നുള്ളത് മെസ് ഓഫ് ആംഡ് ഫോഴ്സസ്, അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടൽ, ഫാക്ടറി ക്യാൻറ്റീൻ, അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് ക്യാൻറ്റീൻ, അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഫുഡ് കാറ്ററിംഗ് സർവീസ് ഏജൻസി എന്നിവിടങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 20 നമുക്കിനി ശമ്പള സ്കെയിൽ അതേപോലെ തന്നെ വേക്കൻസീസ് ആൻഡ് റിസർവേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫയർമാൻ പോസ്റ്റിലേക്ക് ജനറൽ വിഭാഗത്തിന് 7 ഒഴിവുകളുണ്ട്.
OBC 5, SC 2, EWS 1, അങ്ങനെ ടോട്ടൽ 15. അതേപോലെ സെമി സ്കിൽഡ് റിഗർ ആണെങ്കിൽ ജനറൽ 8, OBC 1, അങ്ങനെ ടോട്ടൽ 9. കുക്ക് ആണെങ്കിൽ ജനറൽ 1, ടോട്ടൽ 1. അതുപോലെ തന്നെ ഡിസബിലിറ്റി വിഭാഗത്തിന് ഫയർമാൻ, സെമി സ്കിൽഡ് റിഗർ, അതേപോലെ CSL ഗസ്റ്റ് ഹൗസിലെ കുക്ക് പോസ്റ്റിലേക്കൊന്നും അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് ശമ്പളം, ആനുകൂല്യങ്ങൾ, അതേപോലെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഇതിനെ പറ്റിയൊക്കെ നോക്കാം. ശമ്പളം പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന ശമ്പളം 21,300 മുതൽ 69,840 വരെയാണ്. ദെൻ പ്രതിമാസം ഏകദേശം 38,407 രൂപയായിട്ട് നമുക്ക് വരുമാനം ലഭിക്കും. അതിൽ അടിസ്ഥാന ശമ്പളം, DA, HRA, അലവൻസുകൾ എന്നിവ ഉൾപ്പെടെ. ദെൻ അതർ ബെനിഫിറ്റ്സ് ആയിട്ട് പുതിയ പെൻഷൻ സ്കീം, അതേപോലെ പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, അപകട ഇൻഷുറൻസ്, മെഡിക്കൽ സഹായ പദ്ധതികൾ, അങ്ങനെയൊക്കെ CSLന്റെ നിയമങ്ങൾക്കനുസരിച്ച് ലഭിക്കും. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് പറഞ്ഞിരിക്കുന്നത് നിയമനം CSLന്റെ കൊച്ചി യൂണിറ്റിലോ മറ്റ് യൂണിറ്റുകളിലോ അല്ലെങ്കിൽ പ്രോജക്ട് സൈറ്റുകളിലോ ആയിരിക്കും. അതുപോലെ തന്നെ പ്രോജക്റ്റിന്റെ ആവശ്യകത അനുസരിച്ച് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ വിദേശത്തോ ഉള്ള CSLന്റെ യൂണിറ്റുകളിലോ കപ്പലുകളിലോ സേവനം അനുഷ്ഠിക്കേണ്ടിയും വന്നേക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി, ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സാണ്. അതായത് 2025 ജൂൺ 20 ജൂൺ 20 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകൻ 1985 ജൂൺ 21 അതിന് ശേഷമോ ജനിച്ചവരായിരിക്കണം. സംവരണ വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ ഇളവുകൾ ലഭ്യമാണ്. OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 3 വർഷത്തെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. അതേപോലെ SC വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കും. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് സെലക്ഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാം ഘട്ടം ഫേസ് 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ് വരുന്നത്. ഇതിന് 30 മാർക്കാണ്. എക്സാം ഡ്യൂറേഷൻ 35 മിനിറ്റ് ആയിരിക്കും. രണ്ടാം ഘട്ടമായ ഫേസ് 2 പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ്. ഇതിന് 70 മാർക്കാണ്. പ്രാക്ടിക്കൽ ടെസ്റ്റിൽ ലഭിക്കുന്ന ഗ്രേഡുകൾ മാർക്കുകളാക്കിയിട്ട് മാറ്റിയിട്ടാണ് ഫൈനൽ സെലക്ഷന് പരിഗണിക്കുക. അതുപോലെ വരുന്ന തന്നെ ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിന്റെ ഘടന അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റില് പാർട്ട് എ പൊതുവിഭാഗമാണ്. അതിൽ ജനറൽ നോളജ് 5 ചോദ്യങ്ങൾ 5 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 5 ചോദ്യങ്ങൾ 5 മാർക്ക്. പാർട്ട് ബിയിൽ ട്രേഡ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ സംബന്ധമായിട്ടുള്ളതായിരിക്കും. നിങ്ങൾ ഏത് പോസ്റ്റാണ് അപേക്ഷിക്കുന്നത് ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അതിൽ 20 ചോദ്യങ്ങൾ 20 മാർക്ക്. അങ്ങനെ ആകെ ചോദ്യങ്ങൾ 30 ആയിരിക്കും. ആകെ മാർക്ക് 30. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം ലഭിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. ഈ പരീക്ഷകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലോ കൊച്ചിയിലോ അല്ലെങ്കിൽ CSL തീരുമാനിക്കുന്ന കേരളത്തിലെ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ നടത്തും. ഇനി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഓരോ ഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് വരുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവരെ രണ്ടാം ഘട്ടമായ പ്രാക്ടിക്കൽ ടെസ്റ്റിനായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഒന്നാം ഘട്ടത്തിലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റിലെയും രണ്ടാം ഘട്ടത്തിലെ പ്രാക്ടിക്കൽ ടെസ്റ്റിലെയും മാർക്കുകൾ അടിസ്ഥാനമാക്കിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതായിരിക്കണം. അപ്പൊ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ യോഗ്യതയ്ക്ക് തുല്യമായവയാണെങ്കിൽ കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കണം. ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയിലെ മാർക്കിന്റെ ശതമാനമായിരിക്കണം കൃത്യമായിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തേണ്ടത്. ഗ്രേഡ് ആണെങ്കിൽ അത് ശതമാനത്തിലാക്കി മാറ്റുക. അതേപോലെ തന്നെ എക്സ്പീരിയൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ പാസ്സായ ശേഷം ലഭിച്ച എക്സ്പീരിയൻസ് മാത്രമേ പരിഗണിക്കൂ. അത് 2025 ജൂൺ 20 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഫയർമാൻ, സെമി സ്കിൽഡ് റിഗർ പോസ്റ്റിലേക്ക് കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ മാത്രമേ പരിഗണിക്കൂ. അതേപോലെ എക്സ്പീരിയൻസ് തെളിയിക്കാൻ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് നിയമന കത്ത് ഉപയോഗിക്കാം. അതേപോലെ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ഏറ്റവും പുതിയ പേ സ്ലിപ്പ് എന്നിവ ഉപയോഗിക്കാം. അതേപോലെ തന്നെ പരിശോധനാ സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഓൺലൈൻ അപേക്ഷയിൽ രേഖപ്പെടുത്തിയ എല്ലാ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും നിർബന്ധമായിട്ട് ഹാജരാക്കണം.
അതേപോലെ കോൺട്രാക്ടർമാർ വഴി ലഭിച്ച പരിചയമാണെങ്കിൽ പ്രിൻസിപ്പൽ എംപ്ലോയറുടെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റും ESI അല്ലെങ്കിൽ EPF സ്റ്റേറ്റ്മെന്റുകളും ഉണ്ടെങ്കിൽ പരിഗണിക്കും. അപ്പൊ സർക്കാർ ജീവനക്കാർക്ക് നേരിട്ട് അപേക്ഷിക്കാം, പക്ഷേ തൊഴിലുടമയെ അറിയിച്ചുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യണം. അതേപോലെ എക്സ് സർവീസ്മാന് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബുക്ക്, പെൻഷൻ പേയ്മെന്റ് ഓർഡർ എന്നിവ ഹാജരാക്കണം. അതേപോലെ തന്നെ CSL നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് അതേ പേ സ്കെയിലുള്ള ഇതേ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അപേക്ഷാ ഫീസിനെ പറ്റി നോക്കാം. ഫീസ് 400 രൂപയാണ് വരുന്നത്. നമുക്ക് പേയ്മെന്റ് രീതി എന്ന് പറയുന്നത് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്, അതേപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിംഗ്, ബാലറ്റുകൾ തുടങ്ങിയ ഉപയോഗിച്ച് നമുക്ക് അപേക്ഷാ പോർട്ടൽ വഴി 2025 മെയ് 28 മുതൽ ജൂൺ 20 വരെ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ SC ST വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല, അവർക്ക് ഫീസിൽ നിന്നും പൂർണ്ണമായിട്ടും ഇളവുണ്ട്. അതുപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെടാത്ത എല്ലാവരും നിർബന്ധമായിട്ട് അപേക്ഷാ ഫീസ് അടയ്ക്കണം. ഫീസ് ലഭിച്ചാൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഓൺലൈൻ അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കുന്നതിന് മുമ്പ് www.cochinshipyard.in എന്ന വെബ്സൈറ്റിലെ യൂസർ മാനുവലും FAQകളും വായിച്ച് മനസ്സിലാക്കുക. അപേക്ഷ പാറ്റേൺ എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1 ടൈം രജിസ്ട്രേഷൻ ആണ്, ഒറ്റത്തവണ രജിസ്ട്രേഷനും പിന്നീട് പോസ്റ്റിലേക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള 2ാം ഘട്ടവുമാണ് വരുന്നത്. അപ്പോൾ ഒരു പോസ്റ്റിന് ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ സമർപ്പിക്കരുത്. ഒരു തവണ സമർപ്പിച്ച അപേക്ഷകൾ ഫൈനലായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ പോർട്ടൽ എന്ന CSL വെബ്സൈറ്റിലെ www.cochinshipyard.in എന്നാണ് ഓൺലൈൻ പോർട്ടൽ. ഈ കരിയർ പേജ് വഴി നിങ്ങൾക്ക് 28 മുതൽ ജൂൺ 30 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. രേഖകൾ അപ്ലോഡ് ചെയ്യണം നിർബന്ധമായിട്ടും. പ്രായം തെളിയിക്കുന്നത്, അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും, കൂടാതെ ഏറ്റവും പുതിയ പാസ്പോർട്ട് വലിപ്പത്തിലുള്ള കളർ ഫോട്ടോയും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇതൊന്നും അപ്ലോഡ് ചെയ്യാത്ത അപേക്ഷകളൊക്കെ നിരസിക്കപ്പെടും. അതുകൊണ്ട് അതെല്ലാം അപ്ലോഡ് ചെയ്യുക കൃത്യമായിട്ട്. ഇപ്പൊ എല്ലാ വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ദെൻ നമുക്ക് കിട്ടുന്ന യൂണിക് രജിസ്ട്രേഷൻ നമ്പർ അടങ്ങിയ പ്രിന്റ് ഔട്ട് നമുക്ക് നിങ്ങൾ റെഫറൻസിനായിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ അപേക്ഷാ ഫീസോ ഒന്നും പോസ്റ്റ് വഴി അയക്കേണ്ടതില്ല. എല്ലാം ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് കോൾ ലെറ്റർ പോസ്റ്റ് വഴി അയക്കില്ല. അത് ഇമെയിൽ വഴിയോ CSL വെബ്സൈറ്റ് വഴിയോ ആണ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ CSL വെബ്സൈറ്റിലെ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.